നവലേ എടാ കാശി വന്നിട്ടതാ. എത്ര സമയമായി ചക്കൻ വന്നിട്ട്? ഇവൻ എവിടെയാ പോയത്? ചക്കൻ അത്ര സമയം വന്നിട്ട് നീ എന്നാ വേണ്ടി എടുക്കുന്ന ഇരുട്ടിന് ഇപ്പട്ടെ വരണേ? സൈക്കിൾ എടുക്കുന്നുണ്ടാ? കിട്ടിട്ടാന്ന് ഞങ്ങൾക്ക് വിളിച്ചു പറഞ്ഞൂടെ? ഇപ്പൊ ഫോൺ എടുത്തിട്ടല്ലേ പോയിനി. പിന്നെ എന്തിനാ ഈ ഫോണ്? അതെങ്ങനെയാന്ന് സന്ധ്യാമ്പേല് പോലു ഒരു വാരിക്കോരി കൊടുക്കുന്നു പറഞ്ഞ്. അതിലൊക്കെ പൊന്നിന്റെ വിലയാണ്. എന്തും വിലയാണ്. മുമ്പെല്ലാം കുറച്ച് ഇരുട്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ മീൻ വാരി കൊടുക്കും. അപ്പൊ അതുമില്ല. അല്ലപ്പ നിങ്ങനെ ഈ പരക്കും പറഞ്ഞോണ്ട് വരുന്നത് എത്ര സമയം ആള് ചട്ടിയും പിടിച്ച് നിക്കുന്നത്? നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ആളെ നിങ്ങൾക്ക് അറിയാക്കൂലേ? ഇപ്പൊ പരപ്പ് പറയാണ്ട് എന്നാ വേണ്ടി മീനെല്ലാം പൊന്നിന്റെ വിലയല്ലേ? ഇതാ 2 അയില കിട്ടി 120 റുപ്യാണ്. ഞാൻ വിളിച്ചു പറയാൻ വിട്ടുപോയി. ഫോൺ എടുത്താൽ കാണാല ആടെ മത്തിച്ചാകര ഇട മത്തിച്ചാകരാന്ന്. അത് നിങ്ങൾക്ക് മത്തി മേടിച്ചപ്പോരെ? അത് നമ്മൾ ഇങ്ങോട്ട് എന്നല്ല, വേറെ എവിടെയോ ആണ്. വേറെ എവിടെയോ ഉണ്ടാ ഇവിടെ മത്തിക്ക് വില കുറയുക. മത്തിക്കും വില കുറവില്ല, അയിലക്കും വില കുറവില്ല. ഇതാ എന്നാ ഇതിനെ കൊണ്ട് ആക്കല് നീ. ഇതാ എന്റെ ദൈവമേ, ഞാൻ ഇതിനെ കൊണ്ട് എത്രാക്കാന്ന് കറി വെച്ചു കൊടുക്കണ്ട്. നിങ്ങൾക്ക് എന്നാ ഇത് വാങ്ങാണ്ട് വന്നൂടെ? ഇതിന് എത്ര പൈസ പറഞ്ഞത്? 120. 120 റുപ്യ പൊന്നിന്റെ വിലയാ. ഇത് എന്നാ മേടിക്കാണ്ട് വന്നൂടാ? ഞാൻ വേറെ എന്തെങ്കിലും വെക്കൂലേ? വെച്ചൂടെ വേറെ? മീന്റെ ചാറിലാണ് നടക്കുമോ? മീന്റെ ചാറ് അപ്പം മീൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അനക്ക് പേരെ നമുക്ക് മീനില്ലാണ്ടാവില്ലാട്ട് എവിടെയെങ്കിലും പോയിട്ട് വാങ്ങിക്കൊണ്ടത്. ഏതായാലും നീ വേഗം പരിപാടി നോക്കി. കയ്യിലല്ലേ പെട്ടെന്ന് വേഗം നോക്കാൻ പറ്റും. കയ്യില കൊണ്ടെന്ന് എനിക്ക് നല്ല സന്തോഷാണ്. വേഗം മുറിക്കാതെ മത്തി മറ്റേ ചോന്ന മീനല്ലേ എന്തൊരു വിഷമാന്ന്. സാധനം കിട്ടാണ്ടാവില്ല. ആരും കുറ്റം മനസ്സിലായിരുന്നില്ല. അതിലൊന്നും അരിമത്തി മരുന്നുണ്ടാവില്ല. അതുകൊണ്ടായിക്കൂലേ പരലിന് വില കുറവാണ്. പരലിന് വില കുറവാണ്. ആ കോപ്പിയും മറ്റേതില്ലേ അതൊന്നും ഇല്ല. അതും കഴിഞ്ഞു. വൈകുന്നേരം കൂടുതൽ കിട്ടുമ്പോ വൈകുന്നേരം ഒരുപാട് പോയതാണ്. ഏതായാലും അടിപൊളിയാ. എല്ലാ ദിവസവും അങ്ങനെ കിട്ടൂല. അതൊന്നും കിട്ടൂല. എല്ലാ ദിവസവും ഒരേപോലെ കിട്ടൂലല്ലോ. വർത്തമാന സമയങ്ങളെ വേഗം നോക്കി നിങ്ങൾ അയിലിട്ട് ഞാൻ ഗ്യാസ് ആക്കിട്ട് വരാം. വേഗം അപ്പൊ അയിലും മുറിച്ച് നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗ്യാസ് ആക്കുന്നു. ഗ്യാസ് ആക്കിക്കോ. ഗ്യാസ് തീർന്നുവാ? ഇനി വിറകടുപ്പിലാക്കുന്ന എന്താ ചെയ്യും? അങ്ങനെയല്ല. അതാ ഇവിടെ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ടേ. അപ്പൊ ഞാൻ ചട്ടി വെച്ച് കൊടുക്കാം. കത്തിക്കാൻ കുറച്ച് പണിയെടുത്തു. മഴയായോണ്ട് ഇപ്പൊ കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തണുപ്പടിച്ചിന് വെറുതെല്ലാം. അപ്പൊ ഇന്നത്തെ കറി എങ്ങനെയാണ്? മുളകിട്ടിട്ടാണ്. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാൻ. അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടാവട്ടെ. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മളെ പറമ്പിലെ പച്ചമുളക് തന്നെയാണ്. അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, ചെറിയ ഉള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് അരിഞ്ഞത്, കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ മസാല എന്തെല്ലാം ഇത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമാണ്. അപ്പോൾ ഇത് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായ അപ്പോൾ ആദ്യം കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. ഉലുവ മൂത്ത് വെട്ട്. അപ്പോൾ ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പിന്നെ ചെറിയുള്ളി കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുറത്തൊക്കെ ഉണ്ട്. രണ്ട് പച്ചമുളക് കൊണ്ട് ഇട്ടിട്ടുണ്ട്. മഴ വരുന്നുണ്ടല്ലോ. ആദ്യം മഴ ശക്തി പ്രാപിക്കുന്നുണ്ട്. ഒരു 2 കറിവേപ്പിലയും കൊണ്ടുവരുന്നുണ്ട്. കുറച്ച് കറിവേപ്പില അല്ലേ. അടുത്തത് അരപ്പ് അല്ലേ. അരപ്പ് കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ചൂടുള്ള അപ്പോൾ കുറച്ച് ചൂടുള്ള കലക്കി വയ്ക്കാം. അപ്പോൾ മഴ നല്ലോണം പെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത് നമ്മുടെ വാളംപുളി വെള്ളം ഒഴിക്കുന്നുണ്ടേ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം ഇഡ്ഡലി. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ അല്ലേ? ഇല്ല, അതേരപ്പം കൂടിയിട്ട് ഞാനിപ്പം മീൻകറി വെക്കാൻ പഠിച്ചു അല്ലേ? ആരായാലും പഠിച്ചാൽ മതി അല്ലേ? ആരായാലും പഠിച്ചാൽ മതി. ഒരു കാര്യം മറന്നുപോയി, നമ്മളെ പ്രധാനപ്പെട്ട സാധനം ഉപ്പ് അല്ലേ? ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പാകത്തിന്. തിളക്കട്ടെ എന്നാലും തിളക്കിക്കോട്ടെ. ഉപ്പ് വേണം നോക്കിയിട്ട് ഇടാല്ലേ? തിളക്കുമ്പോൾ തക്കാളി ഇടുക. അപ്പോൾ നമ്മുടെ അരവ് തിളക്കാൻ തുടങ്ങി. അപ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി ഒന്ന് കുറച്ച് പോകും കേട്ടോ. ഉണ്ടാ അരപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അര കഷ്ണം ഇട്ട് കൊടുക്കുക. 4-5 കഷ്ണം ഇട്ടു. നമ്മുടെ അരപ്പ കിടന്ന് തിന്ന് മീൻ പോയിട്ട് അല്ലേ? ബന്ധുവാ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടോ. ഒന്നുകൂടെ കറിവേപ്പിലയും കൂടെ അതിൽ കിടന്ന് പോകട്ടെ. വൈകുന്നേരം വേറെ കറിയൊന്നും അധികം ആക്കില്ല. അധികം മീൻകറി തന്നെ ആക്കല് അല്ലേ? അധികം മീൻകറി തന്നെ ആക്കല്. പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന കറി മീനല്ല അല്ലേ? അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എടുത്തു നോക്കാട്ടാ. അയില മുളകിട്ടത്. അപ്പൊ ഇന്നത്തെ രാത്രി അത്താഴം ഗത തന്നിട്ടുണ്ടേ. ചോറ്, അതുപോലെ തന്നെ നമ്മുടെ കൊണ്ടാട്ടം അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മീൻകറി. ഒരു കഷ്ണം, വലിയ കഷ്ണം ഒന്ന് ഇട്ടാൽ മതി. ഒറ്റ കഷ്ണം മതിയേ. ചാറ് മതി. വലിയ കഷ്ണം മനസ്സിലായി. അതാണ് എനിക്ക് ഏറ്റവും ചെറിയ കഷ്ണമാണ് ഇന്നേട്ടാ. സാരമില്ല, ഞാൻ വാങ്ങിക്കൊണ്ടെന്നല്ല. അത്രേ ഉണ്ടാവില്ല. പിന്നെ പണത്തെ കാര്യമില്ല. ചാറ് നോക്കട്ടെ അതിൻ്റെ. മുളകോട്ടെ മീൻകറി കത്തുണ്ട് കേട്ടോ. അത്രേ വേണ്ടു. അത്തായത്തല്ല നല്ല നാടൻ കയ്പൊക്കെ ഉണ്ടാക്കാം. അതിലൊരു കഷ്ണം നല്ല ചൂട് ഒഴിച്ചെടുക്കുക. ഈ ചോറിനപ്പുറം ഇടാം. ഇത്തപ്പഴ ചോറേക്ക് ഈ കറി മതി കേട്ടോ. മുളകോട്ടായതുകൊണ്ട് നല്ല എരിവുണ്ട്. എന്നാൽ പിന്നെ ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടോ. ഓക്കെ.